മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഡിഷുമായിട്ടാണ്, ബീഫ് പെപ്പർ റോസ്റ്റ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം, എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ. പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടൊക്കെ ബീഫ് കുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അധികം മസാലക്കൂട്ടുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, പക്ഷേ ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് വരാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈസിയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അത്യാവശ്യത്തിന് പിഴിഞ്ഞ്, അതിന്റെ കുറേയൊക്കെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി. അപ്പൊ ഞാനിത് ഇവിടെ തന്നെ പൊടിച്ച കുരുമുളകാണ് കേട്ടോ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പം ആദ്യം കുറച്ച് ചേർത്താൽ മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ കുക്കർ ഒന്ന് ശരിയാക്കട്ടെ. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പൊ ഈ 1/4 ഗ്ലാസ് വെള്ളം തന്നെ മതി ഇതില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ അത് കാരണം കൂടുതൽ വെള്ളം ആകണ്ട, അതുകൊണ്ടാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 6 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് വിസിലിന്റെ എണ്ണം ബീഫിന്റെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അധികം വേവില്ലാത്തതാണെങ്കിൽ 2 വിസിൽ തന്നെ മതിയാകും. അപ്പൊ എന്തായാലും നമുക്കിത് 6 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ബീഫ് ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 4 സവാള മീഡിയം സൈസിലുള്ളത്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു 6 7 വലിയ വെളുത്തുള്ളിയും എടുക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് നുറുക്കിയെടുക്കണം. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തക്കാളി തന്നെ എടുക്കണം. അപ്പൊ നമുക്കിതൊക്കെ നുറുക്കി വെക്കാം. ആ സമയം കൊണ്ട് ബീഫും വെന്ത് കിട്ടും. ഇപ്പൊ 6 വിസിൽ വന്നു. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പൊ ഫ്ലെയിം മീഡിയത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് മൊരിഞ്ഞൊന്നും വരണ്ട. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർക്കാം. അപ്പൊ പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ അത് കാരണം നോക്കിയിട്ട് മാത്രമേ പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്റെ പിള്ളേര് എരിവൊക്കെ കൂട്ടും, അത് കാരണമാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ബീഫില്. അപ്പൊ അത് കാരണം പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോ ഞാൻ കുക്കർ തുറന്നു കേട്ടോ.
കണ്ടോ, അതിൻ്റെ അകത്ത് ഒരല്പം വെള്ളമുണ്ട്. നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഇപ്പുറത്തെ അടുപ്പിൽ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് കുറച്ചും കൂടി ഒന്ന് സവാള വഴന്നു വരാനുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളി വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക്. ഇതാ ഇവിടെ ബീഫ് വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതുവരെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ. ഇത് വറുത്തിട്ടല്ല പൊടിച്ചിരിക്കുന്നത്, അല്ലാതെ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി. അപ്പൊ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഈ ചേർത്ത മസാലകളുടെയൊക്കെ ഫ്ലേവർ ഈ ബീഫിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല ഡാർക്ക് കളറിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും കുരുമുളക് ചേർക്കാൻ താല്പര്യമില്ല, കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറും കിട്ടും, നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറും കിട്ടും, അതേസമയം എരിവും ഉണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് കഴിക്കില്ല, ഞാൻ മോനെ വിളിക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ആണോ? കുറച്ച് എരിവ് കൂടുതലുണ്ട്. ഓക്കെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനൊരു അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി വെതറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അഭിപ്രായം എന്താന്നുള്ളത്? ഒരല്പം എരിവ് കൂടുതലാണെന്നാണ് അവൻ പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. അത്രയും കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്മസിന് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പൊ ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് ഇന്ന് വിളമ്പി വയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.